ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള വീഡിയോസാണ് കേട്ടോ. കാശ്മീർ പോയിട്ട് അവിടെ നിന്ന് ലേഹ, ശ്രീനഗർ, ലഡാക്ക് അങ്ങനെയൊക്കെ പോകുന്ന വഴികളിൽ നിന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും അപ്ലോഡ് ചെയ്യാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കൂടി ഇതെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിങ്ങനെ കുറേ വീഡിയോസ് എടുത്തു വെച്ചത് ഓരോ പ്രാവശ്യം ഇടയിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ എന്തൊരു ഫീലാണെന്നറിയാം. നമ്മൾ ആ പോയ സമയവും ഒക്കെ നമുക്ക് നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു സന്തോഷമൊക്കെ വരും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനഗർ, ലേഹ, ലഡാക്ക് ആ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ആളുകളൊന്നും ഇല്ലാതെ വിജനമായ കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ ഉണ്ട് തോന്നുക നമുക്ക്. എപ്പോഴെങ്കിലുമൊക്കെ ഓരോരോ വാഹനങ്ങൾ പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ അധികം മനുഷ്യരൊന്നും കാണില്ല. എവിടെയെങ്കിലും വല്ല ബൈക്കിലും ഇതിലൊക്കെ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം എത്രയോ കിലോമീറ്ററുകളോളം ഇങ്ങനെ വിജനമായ സ്ഥലത്തിലൂടെ ഇങ്ങനെ പോവാം. അപ്പോൾ ഇടയിലിടയിൽ ഞാൻ എന്നെ ഇങ്ങനെ കാണിക്കുക, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നത്, തെളിവ് വേണമല്ലോ അതിന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ ഈ ഒരു ലോകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് തല്ലുപിടിച്ച് നിൽക്കുന്ന ആ സമയം കൊണ്ട് എന്തെങ്കിലും ഒരു 10 പൈസ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും കുഞ്ഞ് സ്ഥലം, ഏതെങ്കിലും അടുത്തുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പോയി കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ മാറി പല രാജ്യങ്ങളും പല ആളുകളെയൊക്കെ പോയിട്ട് കാണുമ്പോഴത്തേനും, രാജ്യമില്ല കേട്ടോ, ഇത് ഇന്ത്യയിലുള്ളതാണ്. ഇനി അതും പറഞ്ഞ് എന്നെ പൊങ്കാല ഇടാൻ വരരുത്. ഒരുപാട് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടിങ്ങനെ മനസ്സിനൊക്കെ സമാധാനമായി പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു രസമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ലോകം എത്ര വിശാലമായതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും, ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട്, അത് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി പേര് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള അപ്ഡേഷൻസ്, കാര്യങ്ങൾ, നമുക്ക് വളരാനുള്ള കാര്യങ്ങൾ നമ്മളതിൽ ചെയ്യാം. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ടൈം എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കാം. പക്ഷേ ബാലൻസ് ഉള്ള സമയങ്ങൾ മൊത്തം നമുക്ക് നമ്മളേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള മറ്റു പല ആക്ടിവിറ്റികളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് മാക്സിമം ശ്രമിക്കണം. നമ്മളിങ്ങനെ ഒരു റൂമിൽ ഒരു മൊബൈലായിട്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നമ്മളെ തന്നെ ഇങ്ങനെ ചുരുക്കുന്നതിന് തുല്യമാണ്. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളൊക്കെ പോയി കാണാം. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾക്കൊക്കെ എന്തൊരു സുഖമാണ്. ഒറ്റയ്ക്ക് യാത്ര പോവാം, ബൈക്കിൽ പോവാം, ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, എങ്ങനെ വേണം, വേറെ ആളുകളെയൊക്കെ ഒന്ന് ലിഫ്റ്റ് അടിച്ച് പോവാം, അങ്ങനെയൊക്കെ പോവാം. ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രിപ്പറേഷനാണ്. ഒപ്പം ആൾ വേണം, വാഹനം വേണം. എനിക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ളൊരു ഫെസിലിറ്റി വേണം. സോ ഞങ്ങൾ എപ്പോഴും കാറിലാണ്. എത്ര ലോങ് യാത്ര ഉണ്ടെങ്കിലും അധികം കാറിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ കാറിൽ പോകുമ്പോഴുള്ളൊരു ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എക്കോസ്പോർട്ടായിരുന്നു. എക്കോസ്പോർട്ട് കാശ്മീർ പോയിട്ട് നല്ലൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് വഴിയെ പറഞ്ഞു തരാം. മഞ്ഞുമലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ സ്റ്റക്കാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പിന്നീട് വരാം. ഇത് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മനോഹരമായ, നമ്മൾ ചിത്രങ്ങളിലോ, ഞാനൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് മനോഹരമായ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറച്ചൊക്കെ ഡേഞ്ചറായിട്ടുള്ള ഇതാണ്. നമ്മൾ സൈഡുകളിലൊക്കെ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മളൊരു ചെറിയ റോഡായിരിക്കും, അതിന് തൊട്ട് സൈഡിലൂടെ വലിയ മലയൊക്കെ പൊട്ടിച്ചുള്ള കുഞ്ഞൊരു റോഡിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല മനോഹരമാണ് താനും. എന്നാലും നമ്മളൊരു വിജനമായ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ എത്തിപ്പെടുമ്പോൾ വാഹനത്തിലെ പെട്രോളോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് നിന്നുണ്ടെങ്കിൽ പണി കിട്ടിയത് തന്നെ. പിന്നെ ഞങ്ങൾ ഏറ്റവും സേഫായിട്ട് യാത്ര ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആവുന്നതിന് മുൻപ് തന്നെ നമ്മൾ റൂം എടുത്ത് എവിടെയെങ്കിലും താമസിക്കും. ഒരു 9 മണി 10 മണി വരെ മാക്സിമം റൂട്ടിലൂടെയുള്ള യാത്രകൾ ഉണ്ടാവുള്ളൂ. പിന്നെ പുലർച്ചെയാണ് യാത്ര ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ടെൻഷൻ ഒഴിവാണ്.
പ്രത്യേകിച്ച് ഞാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള യാത്രകൾ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യാറ്. ശരിക്കും രാത്രിയിലാണ് യാത്ര ചെയ്യാൻ എത്രയും വേഗം നമുക്ക് സ്ഥലത്തെത്താൻ പറ്റും, ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ. അപ്പോൾ രാവിലെയും ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടാവും വേണ്ട. പിന്നെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ലല്ലോ. ശരിക്കും കാറിൽ നമ്മൾ യാത്ര പോകുന്നത് തന്നെ എല്ലാ കാഴ്ചകളും നോക്കി നിന്നൊക്കെ കണ്ടു പോവാം. മറ്റുള്ള വാഹനങ്ങളിലാവുമ്പോൾ അത് പറ്റില്ലല്ലോ, അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാഹനം എടുത്തിട്ട് തന്നെ ഇത്രയും ലോങ് ആയിട്ട് പോലും നമ്മൾ സ്വന്തം വാഹനത്തിൽ പോകാനായിട്ടുള്ളത്. കാരണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുപോലെ വാഹനമല്ലാതെ ട്രെയിനിലോ ഇതിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓരോരോ സ്ഥലങ്ങളിലേക്ക് എത്താനും ഒക്കെ നമുക്ക് വിഷയങ്ങളായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. അപ്പോൾ ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടും എൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഞാനിതെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യണത്. നിങ്ങൾ ഒരു ലൈക്ക് കൊണ്ട് പോലും എന്നെ ഉപദ്രവിക്കാത്ത കുറേ ആളുകളുണ്ട് ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളെന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഫോളോ ചെയ്തിട്ടൊക്കെ ഉപദ്രവിക്കേണ്ടതാണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ആക്റ്റീവ് ആവാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരുപാട് വീഡിയോസ്, കളക്ഷൻസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാശ്മീരിൽ പോയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒത്തിരി ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ട്. ഞാനെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടി താല്പര്യപ്പെടുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. പറയാൻ കാരണം എല്ലാവരും ഈ യൂട്യൂബേഴ്സ് അതുപോലെ ഉള്ള ആളുകൾ, വ്ളോഗേഴ്സൊക്കെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും സംഭവങ്ങളും ഉണ്ടാവും. പുറത്തിറങ്ങി നിന്ന് നടന്നൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനെന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് ചിലപ്പോൾ ഗ്ലാസ് താഴ്ത്തിയിട്ടെടുക്കും, അല്ലെങ്കിൽ ഗ്ലാസ് ഉള്ളതോട് കൂടി തന്നെ എടുക്കും. അപ്പോൾ നമുക്ക് അത്രയൊന്നും വ്യൂ അധികം കിട്ടില്ല. പിന്നെ ഗ്ലാസ് താഴ്ത്തിയിട്ട് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് താഴ്ത്തുമ്പോൾ അത്രയും കാറ്റടിക്കുന്നുണ്ട്, ഗ്ലാസ് മേലേക്ക് കയറ്റി തന്നെ എടുക്കുന്നുണ്ട്. അത്ര ക്ലിയറും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ പലതും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാഴ്ചകളിലേക്കാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ മാത്രമാക്കിയിട്ട് ഇടാൻ പറ്റില്ല. പിന്നെ ഞങ്ങളവിടെ വാഹനത്തിൽ സംസാരിച്ച പല സംസാരങ്ങളൊക്കെയാണ് അതിലുള്ളത്. കുറേ അതും ഇതുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലിടുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യാത്ര നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ഒന്നൊരു പുനർജീവിപ്പിക്കും. നമുക്ക് വീണ്ടും ജീവിക്കാനും ജോലി ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ആക്ടിവിറ്റികൾ ചെയ്യാനൊക്കെ ഉള്ളതിന് ഒരു ഊർജ്ജം നമുക്ക് കിട്ടുന്നതാണ് യാത്രകൾ എപ്പോഴും. യാത്രകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഇടുങ്ങിയ വഴികളിലൂടെ പോയെന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് വീഡിയോ കറക്റ്റ് കിട്ടില്ല. ഒരു മല പോലെ ഒരു സംഭവം നമ്മളെ ഡ്രൈവിങ് ചെയ്യുന്നതിൻ്റെ മുകളിലേക്കൊക്കെ വന്ന് നിൽക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും, ഇതിങ്ങോട്ട് താഴത്തോട്ട് വരുമോ, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയൊക്കെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. വളരെ ഇതൊരു വണ്ടിക്ക് പോകാൻ തന്നെ കഷ്ടിച്ച് വഴിയുള്ള സ്ഥലത്തിലൂടെയൊക്കെ നമ്മൾ കുറേ പോയിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ വല്ല ഡേഞ്ചറാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. വല്ല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണോ ഒന്നും അറിയില്ല. ആരും നമുക്ക് ഗൈഡൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ പോകുമ്പോഴത്തേനും. അതെല്ലാം നമ്മൾ ട്രൂപ്പിൻ്റെ ഓരോരോ ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. എന്നാലും അതിമനോഹരമായിരുന്നു ലഡാക്ക്, ലെഹ്, ശ്രീനഗർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. പിന്നെ കുറേ സ്ഥലത്ത് നമുക്ക് വീഡിയോ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. നമ്മൾ സോൾജേഴ്സ്, പട്ടാളക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി സ്ഥലങ്ങളൊക്കെ ഉള്ളിടത്ത്. അപ്പോൾ ഞാൻ അതൊന്നും ബാധകമാവാത്ത രീതിയിൽ കുറേ വീഡിയോസും കാര്യങ്ങളും കളക്ഷൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ ഒരുപാട് താങ്ക് യു. ബൈ.